ഹായ്, ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ലേശം ഇഞ്ചി വിത്ത് കിട്ടിയാണ്. ഇഞ്ചി കുഴിച്ചിടേണ്ട സമയം ഇപ്പോഴല്ല, ആക്കുമ്പോൾ കുറച്ച് മുന്നേ കുഴിച്ചിട്ടുണ്ടേനി. അപ്പോൾ അതൊന്ന് ഞങ്ങൾ കുഴിച്ചിടാണ്. മഴക്കാലത്ത് ഇപ്പോൾ ഇഞ്ചി കുഴിച്ചിട്ടാൽ നമുക്ക് കുറച്ച് നാടൻ വളം കയറ്റി കർക്കിടക മാസത്തിൽ അരിക്കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഉണ്ടായിക്കോളും. അപ്പോൾ അത് കുഴിച്ചിടാനൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ കുണ്ടുണ്ടാക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ വളം ഇടാൻ വേണ്ടിയിട്ട്, വളം ഇട്ടിട്ട് വിത്തിടാൻ വേണ്ടിയിട്ടാണ്. മണ്ണിര കമ്പോസ്റ്റായിട്ട് കേട്ടോ. മണ്ണിര കമ്പോസ്റ്റ് ഈ കുണ്ടിൽ നമ്മൾ കുറേശ്ശെ ഇടുക. ഇഞ്ചി വിത്ത് അപ്പോൾ നമ്മൾ ഇതേമാതിരത്തെ ഒരു കഷ്ണമാണ്. ഇപ്പോൾ കുറേ കേടായിക്കണേ, അപ്പോൾ ഞാൻ വലുതാക്കിയിട്ടുണ്ടോ. ഉണ്ട്, ഇതൊക്കെ കൊണ്ട് മുളച്ച് വന്നോളും. ഇതൊരു 8 മാസമൊക്കെ ആയത് നമുക്കത് പറിക്കേണ്ടതാണ് ഇഞ്ചി കേട്ടോ. കുറേ കേടുന്നു, നേരം വൈകിട്ട് വിത്ത് എടുക്കാൻ ഞാൻ മറന്നുപോയി, അതാണ് ഇതിൽ പറ്റിപ്പോയത്. നല്ല മഴ വരണ്ട് കണ്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇതാകുക. കുഴിച്ചിട്ട സമയത്തല്ല, ശരിക്കും നമ്മൾ മാർച്ച് മാസത്തിലൊക്കെ അത് കുഴിച്ചിടും. മാർച്ച് മാസത്തിലൊക്കെ കുഴിച്ചിട്ടാലെന്ന് വെച്ചാൽ വരുന്നുണ്ട്, ഈ മുള മേലോട്ടാക്കിയിട്ട് വെക്കുക. നല്ല മഴ ഇവിടെ വരണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ പെട്ടെന്ന് പോകാനുള്ളൊരു പണിയിലാണ്. ഇത് ഇപ്പം മൂടിക്കഴിഞ്ഞ് ഇതിൻ്റെ മേലെ ആ തോല് 2 മിനിറ്റുള്ളിൽ ഇട്ട് കാട്ടിത്തരാം. അവിടെയൊക്കെ ഇതിൻ്റെ മേലെ തോലാണ് ഇട്ട് വെച്ചാൽ പിന്നെ നമുക്ക് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട വളം എന്താ വെച്ചാൽ അരിക്കയറ്റുക, പച്ചച്ചാണം ഇടുക. ഇഞ്ചിക്ക് പച്ചച്ചാണം ഏറ്റവും ബെസ്റ്റ് സാധനം. ഏകദേശം കോഴിവളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നിട്ടോ. കോഴിവളം ഇടുമ്പോൾ എന്ന് വെച്ചാൽ ചൂടില്ലാത്ത കോഴിവളമായിരിക്കണം. കഴിഞ്ഞ ശേഷം എൻ്റെ പോസ്റ്റുകളൊക്കെ ഒന്ന് കാണുക, ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. കൃഷിയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ വരുന്നതാണ്.